അക്ഷരങ്ങളിൽ എന്റെ നാട് 6ാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. ഇന്ത്യൻ കരസേനയിൽ ദന്ത ഡോക്ടറായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സേവനം ചെയ്യുമ്പോഴും പുസ്തകങ്ങളെയും എഴുത്തിനെയും പ്രണയിച്ച ഡോക്ടർ സോണിയ ചെറിയാൻ മലയാള സാഹിത്യത്തിലെ വേറിട്ട ഒരു ശബ്ദമാണ്. കുട്ടിക്കാലം മുതൽ ഒപ്പം ചേർത്തു വെച്ച വായനയുടെ കരുത്ത് എഴുത്തിന്റെ ഊർജവും വാക്കുകളുടെ ശക്തിയുമാണ്. വായന എങ്ങനെ ആരംഭിച്ചു എന്ന ചോദ്യത്തിന് അവരുടെ മറുപടി കലബലക്കാരിയായ ഒരിടത്തും അടങ്ങിയിരിക്കാത്ത വികൃതിക്കുട്ടിയെ 3ാം വയസ്സിൽ അക്ഷരം പഠിപ്പിച്ച് വായനക്കിരുത്തിയ അമ്മയുടെ ഉൾക്കാഴ്ചയാണ് വായനയുടെ തുടക്കം എന്നായിരുന്നു. അധികം ആരും പറഞ്ഞു വെക്കാത്ത മിലിറ്ററി ജീവിതാനുഭവങ്ങളെ തൊഴിലിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ യാത്രകളുടെ പിൻബലത്തിൽ ഉണ്ടാക്കിയ കാഴ്ചപ്പാടുകളെ ഇന്ത്യൻ റെയിൻബോ ഒരു പട്ടാളക്കാരിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ വായനക്കാരന് നൽകിയപ്പോൾ അത് മികവുറ്റ വേറിട്ട ഒരു വായന അനുഭവമായി മാറി. ഇത്തരത്തിലുള്ള ഒരു അനുഭവം എഴുത്ത് ആദ്യമായതിനാലും അതിൻ്റെ സൗന്ദര്യത്തിലും ആഴത്തിലും വൈവിധ്യത്തിലും വായനക്കാരൻ തരിച്ചു നിന്നു. മഹാകവി വെണ്ണിക്കുളത്തിന്റെ പേരിലുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾ പേരാവൂരിന്റെ മണ്ണിലേക്ക് എത്തിച്ചത് ഈ സാഹിത്യകാരിയുടെ സാഹിത്യ ലോകത്തെ വൈവിധ്യവും തനിമയും കൊണ്ട് തന്നെയാണ്. ഹിമാലയത്തിന്റെ നിഗൂഢവും അപ്രാപ്യമെന്ന് പലരും കരുതി വെച്ച പർവ്വതനിരകളിലൂടെ മലയാളിയെ സഞ്ചരിപ്പിച്ച ഡോക്ടർ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന കൃതിയെ നമുക്കായി പരിചയപ്പെടുത്തുന്നത് ബത്തേരിയിലെ കോടതി ജീവനക്കാരിയായ സുബലയാണ്. വായനയുടെ കരുത്താൽ എഴുത്തിനെ തീവ്രമാക്കിയ എഴുത്തുകാരിയുടെ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് വായനയെ ദിനവൃത്തിയാക്കി മാറ്റിയ സുബലയാണ്. ചെറുപ്പം മുതൽ വായനയെ ജീവിതത്തോട് ചേർത്ത് വെച്ച ഈ അമ്പലവയലുകാരി എഴുതി വെച്ച വായനാക്കുറിപ്പുകളിൽ പലതും പ്രകാശം കാണാൻ കാത്തിരിക്കുന്നവയാണ്. അമ്പലവയൽ പബ്ലിക് ലൈബ്രറി പ്രവർത്തകയായ സുബലയോടൊപ്പം നമുക്ക് സോണിയ ചെറിയാന്റെ ഹിമാലയ യാത്രയിൽ പങ്കുചേരാം. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ത്യൻ റെയിൻബോ എന്ന പുസ്തകത്തിന് ശേഷം ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ എഴുതിയ ആദ്യ നോവൽ സ്നോ ലോട്ടസ്. കനൽ പോലെ തിളങ്ങുന്ന കാത്തിരിപ്പിന്റെ, ഒരിക്കലും അസ്തമിക്കാത്ത പ്രതീക്ഷയുടെ, മഞ്ഞുപോലെ വിശുദ്ധിയാർന്ന പ്രണയത്തിന്റെ, അസാധ്യമെന്ന് തോന്നുന്ന ലക്ഷ്യങ്ങളിലേക്കുള്ള സാഹസിക യാത്രയുടെ കഥയാണ്. അതിനു സമാനമായി അധിനിവേശം തകർത്തെറിഞ്ഞ ഒരു ജനതയുടെ യാതനകളുടെ കയ്പുണ്ട്. തകരാത്ത ആത്മാഭിമാനത്തിന്റെ ചൂടും ചൂരുമുണ്ട്. സങ്കടങ്ങളോ മരണങ്ങളോ കടന്നുവരാത്ത ഷംബാല എന്ന മിത്തിക്കൽ സിറ്റിയുണ്ട്. സ്നോ ലോട്ടസ് താമരഗണത്തിൽപ്പെടാത്ത നിഹാരപുഷ്പം, പ്രതീക്ഷയുടെ പ്രതീകം. നോവലിന്റെ ഹൃദയം എന്ന് പറയുന്നത് മൗണ്ടനിയറും പാരാട്രൂപ്പറുമായ ക്യാപ്റ്റൻ ഡോക്ടർ ഗോപ മുകുന്ദൻ എന്ന പെൺകുട്ടിയാണ്. തന്റെ ഭർത്താവിനെ കാണാതായതേയുള്ളൂ, മരിച്ചിട്ടില്ലല്ലോ എന്ന് താലിയടിക്കാതെ പൊട്ടുമായ്ക്കാതെ മുടികറുപ്പിച്ച് തികഞ്ഞ ഉറപ്പോടെ കാത്തിരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി 20 വർഷം മുൻപേ ഹെലികോപ്റ്റർ തകർന്ന് കാണാതായ പട്ടാളക്കാരനായ തന്റെ അച്ഛനെ അന്വേഷിച്ച് അവൾ യാത്ര പോവുകയാണ്. ആ യാത്രയിലേക്ക് അവളെ എത്തിക്കുന്നത് അച്ഛന്റെ സുഹൃത്തായ വിശാൽ ചൗധരിയാണ്. ചോപ്പർ തകർന്ന് അരയ്ക്ക് താഴെ തളർന്ന് വീൽചെയറിലാക്കപ്പെട്ട വിശാൽ ചൗധരിക്ക് മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാത്രമേ ആകുമായിരുന്നുള്ളൂ, കൂട്ടുപോകാനാവില്ല. പക്ഷേ ഒരു നിയോഗം പോലെ അവൾക്കൊരു കൂട്ട് കിട്ടുന്നു. ദാവ എന്ന ബുദ്ധ സന്യാസി. ദാവയ്ക്കിത് സ്വന്തം നാട്ടിലേക്കുള്ള തന്റെ സ്വപ്നത്തിലേക്കുള്ള ഒരു മടക്കയാത്ര കൂടിയാണ്. തിരിച്ചു വരാത്തവർക്കു വേണ്ടി കാത്തിരിക്കുന്ന വീടുകളുടെ ഓരോ മുക്കിലും മൂലയിലും പ്രതീക്ഷയുടെ കനൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഗോപയും അമ്മയും നീണ്ട 20 വർഷം ജീവിച്ചതും ഈ ഒരു കനൽ പുറത്തായിരുന്നു. ചങ്കുപൊട്ടി ഒരിക്കൽ അമ്മ പറയുന്നുണ്ട്, ഗോപ, കിളികൾ പാടുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഞാനിപ്പോൾ ജീവനോടെയുണ്ട് എന്ന് ഇണയോട് അറിയിക്കുകയാണ്. ജീവനോടെ ഉണ്ട് എന്ന് ഒന്നറിയിക്കാൻ ഒരു കിളിപ്പാട്ട്, കൊഴിച്ചിട്ട ഒരു കിളിത്തൂവൽ. ഇതൊന്നും ഒരു കിളി തന്റെ ഇണയോട് കാണിക്കുന്ന കരുണ പോലും എന്തേ ഗോപ നിന്റെ അച്ഛൻ എന്നോട് കാണിച്ചില്ല? പക്ഷെ അവിടെയും ഗോപയ്ക്ക് നിറഞ്ഞ പ്രതീക്ഷയുണ്ട്. ഇല്ല, ചിത്രശലഭങ്ങളുടെ കടലിൽ ആരും മുങ്ങി മരിക്കുന്നില്ല. ചിത്രശലഭങ്ങളുടെ ഈ വെള്ളക്കടലിൽ ഒരാൾക്കും മുങ്ങി മരിക്കാനാവില്ല. കുഞ്ഞിലെ അവൾ വായിച്ചതെല്ലാം തിരഞ്ഞു പോകുന്ന പുസ്തകങ്ങളായിരുന്നു.
മാലിരാമായണം വായിച്ച് സീതയെ തിരഞ്ഞു പോകുന്ന രാമനെ അവൾ കണക്കറ്റ് സ്നേഹിച്ചു. പൂമ്പാറ്റയിലെയും ബാലരമയിലെയും വഴി കണ്ടുപിടിക്കുന്ന കുത്തുകൾ തിരക്കിട്ട് പൂരിപ്പിച്ചു. എവിടെയും അവൾ അച്ഛനെ തിരഞ്ഞു. കമ്പിളി പുതുപ്പമായി എത്തുന്ന പരദേശികൾക്കിടയിൽ, ഉത്സവപ്പറമ്പിലെ ബലൂൺ കച്ചവടക്കാരുടെ ഇടയിൽ, എല്ലാം. അച്ഛനെ നഷ്ടപ്പെട്ടപ്പോൾ ആകാശം നഷ്ടമായ പെൺകുട്ടി. അച്ഛനെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം അവൾ പട്ടാള വേഷം അണിഞ്ഞു. മനസ്സിനെയും ശരീരത്തെയും ബുദ്ധിയെയും അതിലേക്ക് മാത്രം പാകപ്പെടുത്തിയെടുത്തു. അങ്ങനെ പാരച്യൂട്ട് റെജിമെന്റിന്റെ ഡോക്ടറായി നിയമനം കിട്ടിയപ്പോൾ പോസ്റ്റിങ്ങിനായി ഗോപ തിരഞ്ഞെടുത്തത് അച്ഛനെ നഷ്ടപ്പെട്ട അതേ പർവ്വത ഡിവിഷനായിരുന്നു. ഡ്യൂട്ടിയുടെ ഭാഗമായി മലമുകളിലെ ബുദ്ധവിഹാരങ്ങളിലേക്ക് പോകുന്ന ഗോപ അവിടെയുള്ള ബുദ്ധസന്യാസിമാരുമായി പരിചയത്തിലാകുന്നു. അവരോടെല്ലാം സംസാരിക്കാൻ ഗോപയ്ക്ക് ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ: നിഗൂഢമായ മഞ്ഞ് എങ്ങോട്ടോ മായ്ച്ചു കളഞ്ഞ തന്റെ അച്ഛനെക്കുറിച്ച്. ഒരു പ്രഭാതത്തിൽ ഗോപയെ കാണാൻ ദാവ എത്തുന്നു. ഗോപയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബുദ്ധവിഹാരത്തിലെ മലയിറങ്ങി ദേവദാരു സുഗന്ധവുമായി വന്ന മഞ്ഞുകാറ്റുപോലെ ശാന്തനായ ഒരാൾ. അതായിരുന്നു ദാവ. ഓരോ കണ്ടുമുട്ടലുകളും നേരത്തെ നിശ്ചയിക്കപ്പെട്ടവയാണ്, വ്യക്തമായ ഉദ്ദേശത്തിൽ തന്നെ. മലമുകളിലെ ബുദ്ധവിഹാരത്തിലെ വലിയ ലാമയിൽ നിന്ന് ഗോപയുടെ അന്വേഷണത്തിന് ഒരു ഉത്തരം ലഭിക്കുന്നു. മഞ്ഞിന്റെ അടരുകൾ ഒളിപ്പിച്ച തന്റെ അച്ഛൻ ഷംബാൽ എന്ന വിശുദ്ധ നഗരത്തിലുണ്ട്. പക്ഷെ അങ്ങോട്ടുള്ള യാത്ര അതീവ ദുഷ്കരവും കഠിനവുമാണ്. മഞ്ഞിന്റെ നിഗൂഢതകളിലേക്കുള്ള ആ യാത്രയിൽ ദാവയെ കൂടെ കൂട്ടാനുള്ള അനുവാദവും വലിയ ലാമ നൽകുന്നു. അച്ഛന്റെ മണം ഇപ്പോഴും നെഞ്ചിൽ വഹിക്കുന്ന ഗോപ അങ്ങനെ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നു ദാവയ്ക്കൊപ്പം. അച്ഛനെ തിരഞ്ഞുള്ള ഈ യാത്രയിൽ ഗോപയ്ക്ക് വഴികാട്ടിയാവുന്ന ദാവയ്ക്കുമുണ്ട് സങ്കടങ്ങളുടെ ഒരു പെരുമഴക്കാലം. അധിനിവേശ ഭീകരതയിൽ മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും സ്വന്തം നാടിനെ തന്നെയും നഷ്ടമായവനാണവൻ. കഥാകാരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉണങ്ങാത്ത മുറിവുകളുടെ മേൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന രണ്ട് മനുഷ്യർ. അതാണ് ദാവയും ഗോപയും. ഒരു സന്ദർഭത്തിൽ ദാവ ഗോപയോട് ചോദിക്കുന്നുണ്ട്: ഭൂമിയില്ലാത്തവന്റെ സങ്കടം നിനക്ക് മനസ്സിലാകുമോ ഗോപ? അമ്മയുള്ളവരോട് അമ്മയില്ലാത്തവന്റെ വിഷമം പറഞ്ഞാൽ അത് മനസ്സിലാകുമോ? നിറഞ്ഞ കണ്ണുകളോടെയല്ലാതെ നമുക്കീ വരികൾ താണ്ടാനാവില്ല. അഭയാർത്ഥികൾ, പിറന്ന മണ്ണിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയാത്തവർ, എന്നാൽ ചെന്നു ചേർന്ന ഭൂമി ഒരിക്കലും സ്വന്തമാവാത്തവർ, തിരികെ പോവാനാവില്ല എന്നറിയുമ്പോഴും പിറന്ന മണ്ണവരെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. ദാവിയുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന ചൈനീസ് അധിനിവേശത്തിന്റെ നേർസാക്ഷ്യങ്ങൾ നമ്മളെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്. മരിച്ചു പോകുമെന്നാൽ എത്ര ഭേദമാണ്. പതുക്കെ നമ്മൾ ആ സത്യവുമായി പൊരുത്തപ്പെടും. പക്ഷേ കാണാതെ പോവുക എന്നത് ചങ്കിൽ ഒരു വാൾ തറച്ചു വെക്കുന്നത് പോലെയാണ്. രക്തം കിരിഞ്ഞുകൊണ്ടേയിരിക്കും. ദാവയും ഗോപയും മാത്രമല്ല, അധിനിവേശം തകർത്തെറിഞ്ഞ ടിബറ്റൻ ജനതയും ഇവിടെ ആ കൊടിയ വേദന അനുഭവിക്കുന്നവരാണ്. ദാവയുടെയും ഗോപയുടെയും യാത്ര അതീവ ദുഷ്കരമായിരുന്നു. ഓരോ കാൽവയ്പിലും അവർ മരണത്തെ തൊട്ടറിഞ്ഞു. ഏതു നിമിഷവും ഇളകി വീഴാവുന്ന ലൂസായ പാറക്കഷ്ണങ്ങൾ, വിഴുങ്ങിക്കളയുമോ എന്ന് പേടിപ്പിക്കുന്ന പൊടിമഞ്ഞ്, അലറി വിളിക്കുന്ന കൊടുങ്കാറ്റ്, സൾഫർ മണക്കുന്ന ചുടുനീരുറവകൾ, ആവലാഞ്ച്, അങ്ങനെ നിരവധി. ഒരു തവണ സ്നോ ബ്രിഡ്ജ് തകർന്ന് ഗോപ മഞ്ഞു പിളർപ്പിന്റെ അഗാധങ്ങളിലേക്ക്, തണുപ്പിൽ നിന്ന് തണുപ്പിലേക്ക്, ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് വീണുപോകുന്നുണ്ട്. പക്ഷെ അവിടെയും രക്ഷയായി അവനുണ്ട്. അവളുടെ ചോരവാർന്ന മുറിവുകൾ അവൻ ചുംബനത്താൽ തുന്നിയെടുക്കുന്നു. അവൻ ശാക്യദേവനും അവൾ യശോധരയുമാണല്ലോ. മരണപർവ്വതങ്ങളുടെ കളങ്ങൾ പൂരിപ്പിച്ച് താഴെ എത്തിയ അവരെ കാത്ത് അടുത്ത പരീക്ഷണമുണ്ടായിരുന്നു. മൃഗങ്ങൾ പോലും അടുക്കാത്ത ചതുപ്പ്, ശംബാലയെ പൊതിയുന്ന സംരക്ഷണ ഭിത്തി, സകല ജീവനെയും വലിച്ചു നുണയുന്ന മഹാചതുപ്പ്. ദാവയുടെ കാലടികളെ പിന്തുടരുന്ന ഗോപയ്ക്ക് ഒരു ഘട്ടത്തിൽ അടിപതറുന്നു. ചതുപ്പ് അവളെ അതിന്റെ ഉള്ളാളങ്ങളിലേക്ക് വലിക്കുന്നു. എല്ലാം അവസാനിച്ചെന്ന് ഉറപ്പിച്ചൊരു ഘട്ടത്തിൽ ഒരു തുണിച്ചുറ്റ് അവളുടെ ശരീരത്തിലേക്ക് വന്നു വീഴുന്നു. അതിൽ പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്ന ഗോപ ആ തുണിച്ചുറ്റിൽ അവളുടെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന ആ ഗന്ധം തിരിച്ചറിയുന്നു. അതെ, അവളുടെ അച്ഛന്റെ ഗന്ധം. അച്ഛന്റെ തോളിലിരുന്ന് തെയ്യം കാണുന്ന 5 വയസ്സുകാരി ഗോപ. തെയ്യം പറയുകയാണ്: കുഞ്ഞി, അന്റെ അച്ഛനോട് പറ, തീത്തുള്ളിയുടെ മേലെ പറക്കല്ലേ എന്ന്. പൊള്ളിപ്പോകും മോനെ, ചിറക് കരിഞ്ഞു പോകും. തെയ്യത്തിന്റെ വെളിപാട് പിന്നീട് സത്യമായി ഭവിക്കുന്നു. മിത്തും റിയലിസവും അനായാസമായി മനോഹരമായി ഇവിടെ കൈകോർത്ത് നിൽക്കുന്നു. കാൽപ്പനിക സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന വരികളാണ് ഈ പുസ്തകത്തിന്റെ മറ്റു പ്രധാന ആകർഷണീയത. അലറുന്ന കടലിന് ഒരു നക്ഷത്രത്തെ പോലും പ്രതിഫലിപ്പിക്കാനാവുന്നില്ല. എന്നാൽ ശാന്തമായൊരു മഞ്ഞു തടാകത്തിനെ ഒരു ആകാശം തന്നെ ആവാഹിച്ച് അടർത്തിയെടുക്കാനാവും എന്ന വരികൾ മാത്രം മതി ഇത് ഉദാഹരിക്കാൻ. നമുക്ക് അപരിചിതമായ മഞ്ഞുപർവ്വതങ്ങൾ, തടാകങ്ങൾ, അവിടെ കണ്ടുവരുന്ന പക്ഷിമൃഗാദികൾ, ചൂടുനീരുറവകൾ, ഹിമപാതങ്ങൾ, സസ്യലതാദികൾ ഇവയെല്ലാം തന്നെ വളരെ മനോഹരമായി വരച്ചിട്ടിരിക്കുന്നു. ഒപ്പം സ്നേഹത്തിന്റെയും നന്മയുടെയും വെണ്ണ പുരണ്ട നെയ്ത്തിരി നാളങ്ങൾ നിറഞ്ഞ് പ്രകാശം ചൊരിയുന്നു. ശരിക്കു പറഞ്ഞാൽ ഹിമാലയത്തെ നമ്മൾ തൊട്ടറിയുകയാണ് ഈ പട്ടാള കഥയിലൂടെ. അധിനിവേശം തകർത്തെറിഞ്ഞൊരു ജനതയുടെ എല്ലാ വിഹുലതകളും നോവൽ ഒപ്പിയെടുക്കുന്നുണ്ട്. ഈ തലത്തിൽ വായിക്കുമ്പോൾ സ്നോ ലോട്ടസ് അധിനിവേശത്തിൽ തകർന്ന ജീവിതങ്ങളുടെ കണ്ണീർ രേഖ കൂടിയാണ്. അച്ഛനെ തിരഞ്ഞു പോകുന്ന ഗോപയ്ക്കും വഴികാട്ടിയാവുന്ന ദാവയ്ക്കുമൊപ്പം നമ്മളും അവരെ അനുയാത്ര ചെയ്യുന്നു. ചിലയിടങ്ങളിൽ നാമും കുളിർന്നു വിറയ്ക്കുന്നു, പ്രണയച്ചൂടിൽ ഉരുകി ഒലിക്കുന്നു. മലയറമ്പിലെ പഴങ്ങളുടെ മധുരവും പുളിയും നാവിൽ വിരിയുന്നു. വീശിയടിക്കുന്ന ഹിമക്കാറ്റിൽ നമുക്കും അടിപതറുന്നു. ചതുപ്പിന്റെ കുടിലത നമ്മയും അതിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചൊടിപ്പിക്കുന്നു.
ഒടുവിൽ ഒരു പഴയകാലത്തിന്റെ കുളിരോർമ്മയിൽ ദൗത്യം പൂർത്തിയാകുന്ന അച്ഛനെ തിരിച്ചുകിട്ടുന്ന ഗോപയ്ക്കൊപ്പം നമ്മിലെ യാത്രക്കാരനും ചതുപ്പിന്റെ ആഴങ്ങളിൽ നിന്ന് പുറത്തു കടക്കുന്നു. ഒടുവിൽ വിശുദ്ധ പ്രണയത്തിന്റെ ആരൂപമായ ദാവ പറയുന്നു, ഗോപ, എന്നെ തടയരുത്, ഞാൻ പോയിക്കോട്ടെ, പോകുന്നാണ് നല്ലത് എന്ന യാത്രാമൊഴിയിൽ തിരിഞ്ഞു നോക്കാതെ നടന്നകലുമ്പോൾ നമ്മുടെ മിഴികളും എന്തിനെന്നറിയാതെ ഈർന്നണിയുന്നു. ഉള്ളിൽ പതിഞ്ഞതിന് എന്തൊരു വിലയാണ് മനുഷ്യൻ നൽകേണ്ടി വരുന്നത്. നിരവധി പഠനങ്ങളുടെയും ഗഹനമായ വായനയുടെയും നിരീക്ഷണങ്ങളുടെയും ആകെത്തുകയായ സ്നോ ലോട്ടസ് എന്ന ഈ പുസ്തകം വായനക്കാരന്റെ മനസ്സിനൊരു മഞ്ഞിന്റെ കുളിർസ്പർശം നൽകുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ബുദ്ധിസത്തിന്റെ ശാന്തതയും വിശുദ്ധിയും നിറഞ്ഞ, പട്ടാളക്കാരുടെ കഠിനമായ ജീവിതപാതകൾ വരച്ചിട്ട, പ്രണയത്തിന്റെ നിഗൂഢ സൗന്ദര്യത്തിൽ പൊതിഞ്ഞ, അസാമാന്യ കൈയടക്കത്തിൽ ചെയ്തിരിക്കുന്ന അതിമനോഹരമായ അപൂർവമായ ഒരു വായനാനുഭവം. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഇതാണ് സ്നോ ലോട്ടസ്. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 22-ന് മലയാള സാഹിത്യത്തിൻ്റെയും സിനിമയുടെയും ലോകത്തെ പ്രഗത്ഭനായ ബിനോയ് തോമസിൻ്റെ കരിക്കോട്ടക്കരി എന്ന കൃതിയെ കൽപ്പറ്റ ട്രഷറി ജീവനക്കാരനായ ഷെബിൻ പോൾ അവതരിപ്പിക്കുന്നു. അക്ഷരങ്ങളിൽ എൻ്റെ നാട് 6ാമത് ഊഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ, വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി. കെ.